ഇനി നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിലെ പണിമുടക്കിന്റെ വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, കൊച്ചിയിൽ എങ്ങനെ പുരോഗമിക്കുന്നു ദേശീയ പണിമുടക്ക്? ആര്യ, ഇന്നലെ രാത്രി മുതൽ തന്നെ 12 മണി മുതൽ തന്നെ പണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞു. കൊച്ചി ഏറെക്കുറെ അതായത് തിരക്കേറിയ ഒരു നഗരമാണ് കൊച്ചി. അവിടെ കൊച്ചിയിൽ വലിയ തിരക്കില്ലാത്തൊരു സ്ഥിതിയാണ്. രാവിലെ തന്നെ പ്രധാന വാഹനങ്ങളൊന്നുമില്ല, ടാക്സികൾ സർവീസില്ല. കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും മാത്രം സർവീസ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് വൈറ്റില ഹബ്ബിലാണ്. വൈറ്റില ഹബ്ബ് എന്ന് പറയുന്നത് കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും തിരക്കേറിയ ഒരു കേന്ദ്രമാണ്. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതലായി സ്വകാര്യ ബസ്സുകളാണ് വൈറ്റില ഹബ്ബിലേക്ക് എത്താറുള്ളത്. ഏതാനും KSRTC ബസ്സുകളും, അതായത് ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന KSRTC ബസ്സുകൾ ഇവിടെ ഹബ്ബ് വഴി കടന്നു പോകുന്ന ചില വാഹനങ്ങളുണ്ട്. അങ്ങനെ ഉള്ള ബസ്സുകളാണ് കൂടുതൽ ഇവിടെയുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നിർത്തിയിട്ടിരിക്കുന്ന സ്വകാര്യ ബസ്സുകളാണ്. പക്ഷേ ഈ പണിമുടക്കിനെ കുറിച്ച് അറിയാതെയും അല്ലെങ്കിൽ നേരത്തെ വീട്ടിലെത്താനായി വന്നവരിൽ വൈകി എത്തിയ ചില ആളുകൾ മാത്രം ഇപ്പോൾ ഹബ്ബിൽ കുടുങ്ങിയിട്ടുണ്ട്. ഏതാനും യാത്രക്കാർ ഇപ്പോൾ വൈറ്റ് ഹബ്ബിൽ കാത്തിരിക്കുന്നുണ്ട്, ഏതെങ്കിലും വാഹനങ്ങൾ വരുമോ എന്നറിയുന്നതിന് വേണ്ടി മാത്രം. പക്ഷേ സ്വകാര്യ ബസ്സുകളൊന്നും ഇന്നിവിടെ സർവീസ് നടത്തുന്നില്ല. പൊതുവേ തന്നെ പണിമുടക്ക് പൂർണ്ണമാണ്. കൊച്ചിയെ സംബന്ധിച്ച് ലേബർ കോഡുകൾ പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതികൾ പുനഃസ്ഥാപിക്കുക, വിത്ത് ബിൽ പിൻവലിക്കുക, ഇൻഷുറൻസ് മേഖലയിലെ വിദേശ പങ്കാളിത്തം 100% വിദേശ പങ്കാളിത്തം എന്ന തീരുമാനം അതൊക്കെ ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പ്രധാനമായും പ്രതിപക്ഷ സംഘടനകളും തൊഴിലാളി സംഘടനകളും ഇടത് തൊഴിലാളി സംഘടനകളും ചേർന്നാണ് ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. BMS ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി പോർട്ട്, കപ്പൽശാല, BPCL കൊച്ചി റിഫൈനറി, HPCL, HOC ഫാക്ട്, HMT, IRE, BSNL തുടങ്ങിയ സ്ഥാപനങ്ങളിലെ സ്പെഷ്യൽ എക്കണോമിക് സോൺ, അതുപോലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, ടെൽക്ക്, TCC അങ്ങനെ തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ് കൊച്ചി. ഇവിടെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളും ഓട്ടോറിക്ഷ ബസ് തൊഴിലാളികളും മിനി ലോറി തുടങ്ങിയ സ്ഥാപനങ്ങൾ, ഈ ലോറി തൊഴിലാളികളൊക്കെ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ തൊഴിലാളി സംഘടനകൾ സംയുക്തമായുള്ള പണിമുടക്കാണ്. ഏറെക്കുറെ പണിമുടക്ക് പൂർണ്ണമാണെന്ന് തന്നെ നമുക്ക് പറയാം. കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി ഏതാനും ഓട്ടോറിക്ഷകൾ മാത്രമാണ് കൊച്ചി നഗരത്തിൽ തന്നെ ആകെ സർവീസ് നടത്തുന്നത്. ചില സ്വകാര്യ വാഹനങ്ങൾ, വളരെ അത്യാവശ്യമായി പോകേണ്ട സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. പക്ഷേ യാത്ര ഒഴിവാക്കാൻ കഴിയാത്തവർക്ക് യാത്ര മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും സർവീസ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വ്യാപകമായി തന്നെ പ്രതിഷേധം നടക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ 21 കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. മുനിസിപ്പൽ അടിസ്ഥാനത്തിലും പഞ്ചായത്ത്, ലോക്കൽ കേന്ദ്രങ്ങളിലുമൊക്കെ തൊഴിലാളി റാലികളും പ്രതിഷേധ യോഗങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എറണാകുളത്ത് പ്രധാന യോഗം എറണാകുളം നഗരത്തിൽ നടക്കുന്നുണ്ട്. അത് CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എളമരം കരീമാണ് ഈ പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം പ്രതിഷേധ യോഗം നടക്കും. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ കളമശ്ശേരി, പറവൂർ, കൊച്ചി, ആലുവ, പെരുമ്പാവൂർ, കോതമംഗലം അങ്ങനെ വിവിധ സ്ഥലങ്ങളിലൊക്കെ ഇന്ന് പ്രതിഷേധ യോഗങ്ങൾ നടക്കുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും പണിമുടക്ക് കൊച്ചിയിൽ പൂർണ്ണമാണ്. അർദ്ധരാത്രി തന്നെ പണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രി 12 മണി വരെ 24 മണിക്കൂർ നീളുന്ന പണിമുടക്കാണ്. ആ പണിമുടക്ക് കൊച്ചിയിൽ പൂർണ്ണമാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ നിലവിൽ കൊച്ചിയിൽ കാര്യമായ വാഹനങ്ങളോ യാത്രക്കാരോ ഒന്നുമില്ല. വളരെ അത്യാവശ്യമായി മാത്രം യാത്ര ചെയ്യേണ്ട ചിലർ ബസ് സ്റ്റാൻഡുകളിലേക്ക് എത്തുന്നുണ്ട് എന്ന് മാത്രമാണ്. ഹബ്ബിൽ ഏറെക്കുറെ വാഹനങ്ങളൊന്നും ഓടുന്നില്ല. സ്വകാര്യ ബസ്സുകളെല്ലാം ഈ വൈറ്റില ഹബ്ബിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. KSRTC വാഹനങ്ങളും സർവീസ് നടത്തുന്നില്ല. നിലവിൽ കൊച്ചി പൂർണ്ണമായി തന്നെ പണിമുടക്ക് ഏറ്റെടുത്തിരിക്കുന്നു. ആ പണിമുടക്കിൻ്റെ പശ്ചാത്തലത്തിൽ കൊച്ചി പൂർണ്ണമായി തന്നെ, അതായത് വാഹന ഗതാഗതമില്ല, സ്ഥാപനങ്ങളില്ല, അങ്ങനെ എല്ലാം നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കൊച്ചിയുള്ളത്. പണിമുടക്കിനെ പൂർണ്ണമായി കൊച്ചി ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പോൾ ഇനി ഒരു 10 മണിയോട് കൂടിയാണ് പ്രതിഷേധ റാലികളും യോഗങ്ങളും ഒക്കെ നടക്കുക. രാവിലെ ഏറെക്കുറെ കൊച്ചി നിശബ്ദമായിരിക്കുന്നു. നഗരം വാഹനങ്ങളില്ലാതെ നിശ്ചലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമുക്ക് കാണുന്നത്. വളരെ അത്യാവശ്യമുള്ള ചില വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും ഓടുന്നില്ല. സ്വകാര്യ വാഹനങ്ങൾ പലരും സർവീസ് നടത്തുന്നില്ല. പലരും വാഹനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അല്ലെങ്കിൽ രാവിലെ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും തന്നെ കൊച്ചിയിൽ നിരവധി വാഹനങ്ങൾ നമുക്ക് കാണുന്നൊരു സാഹചര്യമാണ്. പക്ഷേ അത്തരം വാഹനങ്ങളൊന്നുമില്ല. പണിമുടക്കിനെ ഏറെക്കുറെ, അതായത് പ്രത്യേകിച്ച് തൊഴിലാളി വിരുദ്ധ നിലപാട്, കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിനെ അതിനെതിരെയുള്ള പ്രതിഷേധമായതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ പണിമുടക്കിനെ സ്വമനസാൽ തന്നെ എല്ലാവരും പണിമുടക്കിൽ പങ്കുചേരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇനി പ്രതിഷേധ റാലികൾ 10 മണിയോടുകൂടി പ്രതിഷേധ റാലികളും പ്രതിഷേധ യോഗങ്ങളും ഒക്കെ നടക്കാനുണ്ട്. ഏറെക്കുറെ കൊച്ചി നഗരം നിശബ്ദമാണ്. ഏതാനും ചില ഇരുചക്ര വാഹനങ്ങൾ, വളരെ അത്യാവശ്യമുള്ള ചില സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും കൊച്ചിയിൽ ഓടുന്നുമില്ല. ശരി.
ആര്യ. തിയോഫിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.